ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്ന് ആവശ്യം. അംഗബലം കൂട്ടണമെന്നാവശ്യപ്പെട്ട് SIT ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉപഹർജി നൽകി. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വീണ്ടും കടന്നതോടെയാണ് നീക്കം. 2 CAമാർ അടക്കം കൂടുതലായി സംഘത്തിൽ വേണമെന്നാണ് ആവശ്യം. കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ ഹൈക്കോടതിയുടെ അനുമതി വേണം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ അന്വേഷണം പോയി ഡിണ്ടിഗലിലും മധുരയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെയായിട്ട് ഇങ്ങനെ മാറിക്കിടക്കുന്നു. കർണാടക, തമിഴ്നാട്, കേരളം 3 സംസ്ഥാനങ്ങളിലെ വിഗ്രഹമോഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണ പരിധിയിലുള്ളത്. അതുകൊണ്ട് നിലവിലുള്ള സംഘബലം കൊണ്ട് അന്വേഷിക്കാൻ കഴിയില്ല എന്നതാണോ SIT ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി അനുമതി നൽകാൻ സാധ്യതയുണ്ടോ ഹരി? അരുൺ, തീർച്ചയായിട്ടും ഹൈക്കോടതി അതിനകത്ത് അനുമതി നിഷേധിക്കേണ്ട സാഹചര്യം നിലവിലില്ല. പ്രത്യേകിച്ച് തുടക്കം മുതൽക്ക്, അതായത് അന്വേഷണ സംഘം ആദ്യം രൂപീകരിച്ച സമയത്ത് തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നതാണ് അന്വേഷണ സംഘം എപ്പോൾ വേണമെങ്കിലും വിപുലീകരിക്കാം. അതനുസരിച്ചുകൊണ്ട് ആദ്യ ടൈമിൽ, അതായത് ആദ്യം അനുവദിച്ചു കൊടുത്ത 6 ആഴ്ച സമയത്തിനിടയ്ക്ക് തന്നെ ഒരു വട്ടം അന്വേഷണ സംഘം വിപുലീകരിച്ചതാണ്. ഒരു DYSP അടക്കമുള്ള ആളുകൾ അന്വേഷണ സംഘത്തിലേക്ക് കൂടുതലായി വന്നതുമാണ്. ഇപ്പോൾ വീണ്ടും ആ സമയം രണ്ടാമതും കൂടുതലായി അനുവദിച്ച 6 ആഴ്ച കൂടി സമയം അനുവദിച്ച സ്ഥിതിക്ക് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുക എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അന്വേഷണം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഹൈദരാബാദും തമിഴ്നാടും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. അങ്ങനെ ആ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്താണ് ആദ്യവട്ടം അന്വേഷണ സംഘം വിപുലീകരിച്ചത്. പക്ഷേ അവിടത്തെയുള്ള അന്വേഷണം ഏകദേശം പൂർത്തിയായി എന്നുള്ള ഒരു ധാരണയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഡി മണിയും ഡി കമ്പനിയും അടക്കമുള്ള വലിയ തോതിലുള്ള ഒരു വിഗ്രഹക്കടത്തോ പുരാവസ്തു കടത്തോ ഒക്കെ തന്നെ റഡാറിൽ വന്നതിന് ശേഷമാണ് വീണ്ടും അന്വേഷണ സംഘത്തിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ വേണമെന്നുള്ള ഒരു നിലപാടിലേക്ക് SIT എത്തിയത്. അതിന്റെ ഉപഹർജി ഹൈക്കോടതി പരിഗണിച്ച് അതിൽ SITക്ക് അനുകൂലമായ തീരുമാനം തന്നെ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഈ ഡി മണി തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തും. അവിടെ മൊഴി നൽകാനായിട്ട് എത്തുന്ന ഡി മണിയെ കാത്തിരിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ് കേട്ടോ. വ്യവസായിയുടെ പ്രധാനപ്പെട്ട മൊഴികളുണ്ട്. നേരിട്ട് കണ്ടു ഈ ഉരുപ്പടികളുമായിട്ടുള്ള ഡി മണിയും ഉണ്ണികൃഷ്ണൻ പൊറ്റിയും തമ്മിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിലൊക്കെ ഡി മണി ഇനി എന്തു പറയും എന്നുള്ളതാണ് അറിയേണ്ടത്. കയറി വരുന്നത് പോലെ ഇറങ്ങിപ്പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാത്തിരിക്കാം. അല്പസമയത്തിനുള്ളിൽ അതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് നൽകും. റിപ്പോർട്ടർ വാർത്താ സംഘം ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപത്തുണ്ട്.